ഹായ് സ്റ്റുഡൻസ്, ഞാൻ ഷനോ ജലാൽ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിലേഷൻസിനെ പറ്റിയായിരുന്നു അല്ലേ. റിലേഷൻസ് എന്ന് ബിയിലേക്കുള്ള റിലേഷനൊക്കെ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണെന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു. റിലേഷൻസ് എങ്ങനെയാണ് അതിൻ്റെ ഡൊമെയിൻ എന്താണ്, അതിൻ്റെ കോഡൊമെയിൻ, അതുപോലെ തന്നെ റേഞ്ച് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിലേഷൻസിനെ തന്നെ പഠിക്കുന്നത്, അതിൻ്റെ പേര് ഫങ്ഷൻസ് എന്നാണ്. എന്താണ് പേര്? ഫങ്ഷൻസ്. മലയാളത്തിൽ അതിനെ ഏകതകൾ എന്നാണ് വിളിക്കുന്നത്. ഫങ്ഷൻസ് എന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ പേരുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു കാര്യം ആദ്യമേ പറയുകയാണ്, എല്ലാ ഫങ്ഷൻസും എന്ത് തന്നെയാണ്? റിലേഷൻസ് തന്നെയാണ്. അപ്പോൾ റിലേഷൻസ് ഫങ്ഷൻ ആവാനുള്ള വഴി എന്താണെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 ആരോ ഡയഗ്രാംസ് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ എ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിൻ്റെ ആരോ ഡയഗ്രാംസാണ് ഞാൻ വരച്ചിട്ടുള്ളത്. R1, R2, R3, R4 എന്ന് പറയുന്ന 4 റിലേഷൻസാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കതിൽ ഓരോരോ റിലേഷൻസും ചെക്ക് ചെയ്ത് നോക്കാം. എയിലുള്ള എലിമെൻറ്റുകൾ 1, 2, 3, 4, ബിയിലുള്ള എലിമെൻറ്റുകൾ ഏതൊക്കെയാണ്? 6, 7, 8, 9, 10 എന്ന് പറയുന്ന 5 എലിമെൻറ്റ്സ് ബിയിലുണ്ട്. അപ്പോൾ എയിൽ 4 പേരുണ്ട്, ബിയിൽ എന്താണുള്ളത്? 5 ആളുകളാണുള്ളത്. നമുക്ക് ഈ റിലേഷൻസിൻ്റെ ഒക്കെ റോസ്റ്റർ ഫോം ആദ്യം എഴുതി നോക്കാം അല്ലേ. R1ൻ്റെ റോസ്റ്റർ ഫോം നമ്മൾ എഴുതുന്ന സമയത്ത് 1, 6, 2, 7, 3, 8, 4, 9 എന്നതാണ് R1ൻ്റെ റോസ്റ്റർ ഫോമാണ്. അപ്പോൾ R2 എന്ന് പറയുന്നതിൻ്റെ റോസ്റ്റർ ഫോം എന്താണെന്ന് നോക്കിക്കോളൂ. 1, 6, 2, 6, 3, 7, 4, 8. R2ൻ്റെ റോസ്റ്റർ ഫോം എന്താണ്? 1, 6, 2, 6, 3, 7 and 4, 8. R3 എന്ന് പറയുന്നത് നോക്കിക്കോളൂ. R3യുടെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് 1, 6, then 1, 7, 2, 8, 3, 9, 4, 10 എന്നതാണ് R3യുടെ റോസ്റ്റർ ഫോം. ദെൻ വാട്ട് അബൌട്ട് R4? R4ൻ്റെ റോസ്റ്റർ ഫോം എഴുതി നോക്കാം. 1, 6, 2, 8, 3, 8, 4, 9. 1, 6, 2, 8, 3, 8. അങ്ങനെ എല്ലാത്തിൻ്റെയും റോസ്റ്റർ ഫോമുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പം ഞാനിവിടെ പറയുന്നത് ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഫങ്ഷനാണെന്ന് പറയുന്നു. എന്താണ്? ആദ്യത്തെ റിലേഷൻ ഫങ്ഷനാണ്. ഡെഫിനിഷൻ ഞാൻ പിന്നെ പറയാം. രണ്ടാമത്തെ റിലേഷൻ ഈസ് ഓൾസോ എ ഫങ്ഷൻ. സെക്കൻഡ് റിലേഷൻ ഈസ് ഓൾസോ എ ഫങ്ഷൻ. ബട്ട് ദ തേർഡ് റിലേഷൻ ഈസ് നോട്ട് എ ഫങ്ഷൻ. തേർഡ് റിലേഷൻ എന്തല്ല? ഫങ്ഷൻ അല്ല. ആൻഡ് ഫോർത്ത് ഈസ് എ ഫങ്ഷൻ. ഫോർത്ത് എന്താണ്? ഫങ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുള്ള 4 റിലേഷൻസിൽ 3 എണ്ണം ഫങ്ഷൻസും 1 ഫങ്ഷൻ അല്ലാത്തതുമാണ് അല്ലേ. അപ്പോൾ എന്താണ്, എപ്പോഴാണ് ഒരു റിലേഷൻ ഫങ്ഷൻ ആവുന്നത്? എല്ലാം റിലേഷൻസ് ആണെന്നുള്ള ഉറപ്പല്ല അല്ലേ. എല്ലാ റിലേഷൻസ് തന്നെയാണ്. റിലേഷൻസിൻ്റെ 2 ഫോംസാണ് ഇവിടെ ഞാൻ എഴുതിയത്. ഒന്ന് അതിൻ്റെ ആരോ ഡയഗ്രത്തിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റോസ്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തതും രണ്ടാമത്തതും അതുപോലെ തന്നെ 4ാമത്തെ റിലേഷൻസ് എന്താണ്? ഫങ്ഷനുകളാണ്. ബട്ട് ദ തേർഡ് റിലേഷൻ ഈസ് നോട്ട് എ ഫങ്ഷൻ. അപ്പോൾ എപ്പോഴാണ് ഒരു റിലേഷൻ ഫങ്ഷൻ ആവുക എന്നുള്ള കാര്യം ആദ്യം ഞാൻ പറയാം. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് സെഡ് ടു ബി എ ഫങ്ഷൻ ഇഫ് എവരി എലിമെൻറ്റ് ഓഫ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ ബി. ഒന്നുകൂടി പറയാം. എന്താണ് ഒരു റിലേഷൻ അല്ലേ? എന്ന് ബിയിലേക്കുള്ള റിലേഷൻ ഫങ്ഷനാണെന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലിമെൻറ്റുകൾക്കും ബിയിൽ ഒരേ ഒരു ഇമേജ് മാത്രമേ, പ്രതിബിംബം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള റിലേഷൻസ് ഫങ്ഷൻ ആവാനുള്ള വഴി അത്രയേ ഉള്ളൂ. എന്താണ്? എയിലുള്ള എല്ലാ എലിമെൻറ്റുകൾക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ വരച്ച ആരോ ഡയഗ്രത്തിൽ എയിലുള്ള എലിമെൻറ്റുകൾ 1, 2, 3, 4 ആണ്. അതിനൊക്കെ എന്തിലുണ്ട്? ബിയിൽ ഇമേജ് വരുന്നില്ലേ? കണ്ടോ, ഇമേജ് വരുന്നുണ്ട്. ഒരേ ഒരു ഇമേജേ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള റോസ്റ്റർ ഫോം എഴുതിയപ്പം എ എന്ന് പറയുന്ന എല്ലാ എലിമെൻറ്റുകൾക്കും വന്നിട്ടുണ്ടല്ലോ എന്ന് ആദ്യം നോക്കണം. ലാത്തുനിന്ന് ആരോ പോയിട്ടുണ്ടോ നോക്കിയാൽ മതി അല്ലേ. ഇവിടുത്തെ ഇപ്പോൾ ഒരു എലിമെൻറ്റ് 5 എന്നുള്ള എലിമെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഫങ്ഷൻ ആവുമോ? ആവില്ല. 5 എന്ന് പറയുന്ന എലിമെൻറ്റ് ഇവിടെ വെച്ചു എന്ന് വിചാരിച്ചാൽ അത് ഫങ്ഷൻ ആവില്ല. കാരണം 5ന് ഇവിടെ എന്തില്ല? മാപ്പിംഗ് ഇല്ല, അല്ലെങ്കിൽ അതിലേക്ക് എന്തില്ല? ആരോ പോയിട്ടില്ല. 5ന് എന്തില്ല? ഇമേജ് വരുന്നില്ല. അതുകൊണ്ട് ഇത് ഫങ്ഷൻ ആവില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ 5 ഇല്ലാത്തത് കൊണ്ട് ഇതെന്താണ്? ഈസ് എ ഫങ്ഷൻ.
ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. അത്രയേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ നോക്കിക്കോളൂ. എയിലുള്ള എലിമെൻറ്റുകൾ 1 2 3 4 ആണ്. ബിയിൽ ഇമേജസ് ഉണ്ട് അല്ലേ? ബിയിൽ ഒരേ ഒരു ഇമേജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 6 2 6 3 7 4 8 എന്ന് പറയുന്ന ഇമേജ് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ബിയിൽ ഇമേജ് ഉണ്ടോ നോക്കിയാൽ മതി. ബിയിലുള്ള എലിമെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 6 എന്ന് പറയുന്നതിലേക്ക് 2 ആരോസ് വന്നിട്ടുണ്ട്. അതിന് കുഴപ്പമുണ്ടോ? 6 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഇമേജിനേക്ക് എന്ത് വന്നാൽ മതി? ആരോസ് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഓരോന്നിനും ഇമേജ് ഉണ്ടായാൽ മതി. ഓക്കെ അല്ലേ? ഇവിടെ നോക്കൂ, മൂന്നാമത്തത് എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ ആവാത്തെന്നുള്ളതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. എന്താ കാര്യം? ഇവിടെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞത് എയിലുള്ള എല്ലാ എലിമെൻറ്റുകൾക്കും ഇമേജ് ബിയിൽ ഉണ്ടാവണം. ഒരേ ഒരു ഇമേജേ പാടുള്ളൂ. 1 and only 1 ഇമേജ് എന്ന് പറഞ്ഞില്ലേ? 1 and only 1 ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരേ ഒരു ഇമേജേ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ പാടില്ല. അപ്പോൾ എ എന്ന് പറയുന്ന എലിമെൻ്റായ 1-ൽ നിന്നിട്ട് 6-ലേക്കും 1-ൽ നിന്ന് 7-ലേക്കും എന്തുണ്ട്? ഇമേജസ് ഉണ്ട്. 1-ന് 2 ഇമേജ് ഇവിടെ ഉണ്ട്. ഏതൊക്കെയാ? 1 എന്ന് പറയുന്ന എലിമെൻറ്റിന് 6 എന്ന് പറയുന്ന ഇമേജ് ഉണ്ട്, 1-ന് 7 എന്ന് പറയുന്ന ഇമേജ് ഉണ്ട്. അപ്പം അത് റിപ്പീറ്റ് ചെയ്തു അല്ലേ? ഒരു എലിമെൻ്റെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താവുന്നില്ല? നമുക്ക് ഇത് റിലേഷൻ ഫംഗ്ഷൻ ആവില്ല. അതുകൊണ്ടാണ് ഇത് ഫംഗ്ഷൻ ആവാത്തത്. ഇവിടെ പക്ഷേ എല്ലാ എലിമെൻറ്റുകൾക്കും എന്ത് വന്നിട്ടുണ്ട്? ഇമേജൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല. ഒരേ ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ഇതെന്തല്ല? ഫംഗ്ഷൻ അല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ നോക്കിക്കോളൂ, ഫംഗ്ഷൻ ആണല്ലോ അല്ലേ? എന്താ കാര്യം? ഇവിടുത്തെ എല്ലാ എലിമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. 2 8 3 8 4 8 എന്ന് പറയുന്നത് 2 8 3 8 4 8 എന്ന് പറയുന്നത് 8 റിപ്പീറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ബി എന്ന് പറയുന്നതിലെ എലിമെൻറ്റുകളിലേക്ക് ആരോസ് വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ബിയിലെ എലിമെൻറ്റുകൾ വേക്കൻ്റ് ആയി നിന്നാലും കുഴപ്പമില്ല. പക്ഷേ എയിലുള്ള എലിമെൻറ്റുകൾ എന്താവരുത്? ഫ്രീ ആയിട്ട് നിൽക്കരുത്. അപ്പം നമുക്കിത് ഫംഗ്ഷൻ ഇല്ലാത്ത കേസ് ആക്കണമെങ്കിൽ ഇപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്താവില്ല? അപ്പോൾ 4 9 എന്ന് അല്ലെങ്കിൽ 4 8 എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ റിലേഷൻ തന്നത്. R4 എന്ന് പറയുന്ന റിലേഷൻ തന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഏതൊക്കെയാ? 1 6 2 8 3 8 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4-ന് എന്തില്ല? ഇവിടെ ഇമേജ് ഇല്ലല്ലോ. അതുകൊണ്ട് ഇതെന്താവില്ല? ഫംഗ്ഷൻ ആവില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയും പറയാം അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ ആവാൻ ഇത്രയേ ഉള്ളൂ. എന്താണ് ഫംഗ്ഷൻ ആവാനുള്ള വഴി? ഫംഗ്ഷൻ ആവാണെങ്കിൽ എയിലുള്ള എല്ലാ എലിമെൻറ്റുകൾക്കും ബിയിൽ ഒരേ ഒരു ഇമേജ് മാത്രമേ പാടുള്ളൂ എന്നുള്ളൂ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ആരോ ഡയഗ്രാം വരച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവുക. അപ്പോൾ റിലേഷൻസ് തരുന്നത് പല രീതിയിലാണ് കേട്ടോ. ഒന്നെങ്കിൽ അത് ആരോ ഡയഗ്രത്തിൽ തരാം, അല്ലെങ്കിൽ അത് റോസ്റ്റർ ഫോമിൽ തരാം, ഓർ സെറ്റ് ബിൽഡർ ഫോമിൽ തരാം. നമുക്കത് നോക്കിയിട്ട് അത് റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും അല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് വഴിയെ പഠിക്കാം. ഒരു കാര്യം കൂടി പറയാം. സോ നമുക്കിവിടെ ഫംഗ്ഷൻസ് ഒക്കെ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ 2 ഫോംസ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള 2 ഫോംസ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് റിലേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ തന്നെ റോസ്റ്റർ ഫോമാണ്. രണ്ടാമത് എന്താണ്? ആരോ ഡയഗ്രാമാണ് അല്ലേ? പിന്നുള്ളത് മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമാണ്. 3 ഫോംസ് തന്നെയാണ് ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. റിലേഷൻസിലും അത് തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നത് എ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് വായിക്കുന്നത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്നാണ്. എ നിന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ എങ്കിൽ ഇങ്ങനെയാണ് ആരോ ഡയഗ്രത്തിൽ ആരോസ് വെക്കേണ്ടത്. ഇപ്പം തിരിച്ചിട്ട് വരികയാണെങ്കിൽ ബി നിന്ന് എയിലേക്കാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ എന്ന് എഴുതും. ഇത് വായിക്കുന്നത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ എന്നാണ്. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എയിലുള്ള എലിമെൻറ്റുകൾ അതിനെ ഡൊമെയിൻ എന്നാണ് വിളിക്കുക. എന്താ പറയുക? ഡൊമെയിൻ ഓഫ് എഫ്. അപ്പോൾ ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആ സെറ്റ് തന്നെ ആയിരിക്കും എപ്പോഴും അല്ലേ? എ എന്ന് പറയുന്നതാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എപ്പോഴും തന്നെയാണ് എ തന്നെയായല്ലോ അല്ലേ? റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഏതിലേക്കാണോ ആരോസ് വരുന്നത്, ആരോ ഡയഗ്രത്തിലാണ് ആരോസ് വരുന്ന എലിമെൻറ്റുകൾ മാത്രം, അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇതിലെ സെക്കൻഡ് എലിമെൻറ്റ് മാത്രം എടുത്ത് എഴുതി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടും. നമ്മളുടെ റിലേഷൻസ് പോലെ തന്നെ. അപ്പോൾ 6 7 8 9 ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻ പഠിച്ച പോലെ തന്നെ കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ബി ആണ് അല്ലേ? കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കോഡൊമെയിൻ എന്ന് പറയുന്നത് ഏതാ? 6 7 8 9 10 ആണ് കോഡൊമെയിൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്താ വരിക? ഡൊമെയിൻ ഓഫ് R2 അല്ലെങ്കിൽ ഈ റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് എ തന്നെയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എ എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ഡൊമെയിൻ എ തന്നെയാണ് ഉണ്ടാവുക. റേഞ്ച് എന്ന് പറയുന്നത് എന്താ അവിടെ വരുന്നത്? ആരോസും പോയത് മാത്രം. ഏതൊക്കെയാ? 6 7 8 ആണ് അതിൻ്റെ റേഞ്ച്.
ഇത് ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിതിൽ എഴുതുന്നില്ല. ഇവിടെ ഇതിൻ്റെ ഡൊമെയിൻ എന്താ വരുന്നത്? ഡൊമെയിൻ എന്ന് പറയുന്നത് എ തന്നെയാണ്. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ് വരിക? റേഞ്ച് എന്ന് പറയുന്നത് 6 and 8 മാത്രമാണ് റേഞ്ച് വരിക. ആരോസ് പോകുന്നത് മാത്രം നോക്കുക, അല്ലെങ്കിൽ ഓർഡേർഡ് പേഴ്സിൽ സെക്കൻഡ് എലിമെൻറ്റുകളുടെ സെറ്റാണ് റേഞ്ച്. ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ എഴുതുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. ഫംഗ്ഷൻ എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഫംഗ്ഷൻ ഈസ് എ റിലേഷനാണ് ആക്ച്വലി. പക്ഷേ എല്ലാ റിലേഷൻസും ഫംഗ്ഷൻ അല്ല അല്ലേ? എന്ന് ബിയിലേക്കുള്ള റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ എയിലുള്ള എല്ലാ എലിമെൻറ്റുകൾക്കും ബിയിൽ ഒരേ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. ഒരേ ഒരു അല്ലേ, ഒറ്റ ഇമേജ് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് സെഡ് ടു ബി എ ഫംഗ്ഷൻ ഇഫ് എവരി എലിമെൻറ്റ് ഓഫ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി എന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എ എന്ന് ബിയിലേക്കാണെങ്കിൽ ഡൊമെയിൻ എയും ബി എന്ന് എയിലേക്കാണെങ്കിൽ ഡൊമെയിൻ ബിയും ആയിരിക്കും അല്ലേ? അപ്പോൾ എ എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. ഡൊമെയിൻ കഴിഞ്ഞിട്ട് റേഞ്ചാണ് നമ്മൾ പഠിച്ചത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലിമെൻറ്റ്, റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ സെക്കൻഡ് എലിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ആരോ ഡയഗ്രത്തിൽ ആരോസ് ഉള്ള എലിമെൻറ്റുകളാണ്. അതായത് ഇമേജസിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഞ്ച് എന്ന് പറയുക അല്ലേ? അപ്പോൾ സെക്കൻഡ് സെറ്റിലുള്ള എലിമെൻറ്റുകൾ മൊത്തത്തിൽ നമ്മൾ ഡൊമെയിൻ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ എന്തിൽ പഠിച്ചതാണ്? റിലേഷൻസിൽ പഠിച്ച പോലെ തന്നെ ബാക്കിയൊന്നും മാറ്റില്ല. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് ഫംഗ്ഷൻസിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് ഫംഗ്ഷനെ പറ്റി അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. എന്തായാലും ഫംഗ്ഷൻ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്കിവിടെ ബോർഡിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ആണ് അതിൻ്റെ പേര്. എ എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷനാണ്. ആരോ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇതിനെ നമുക്കൊന്ന് റോസ്റ്റർ ഫോമിൽ എഴുതാം അല്ലേ? എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്നാണ് ഇങ്ങനെ സൂചിപ്പിക്കുക അതിന് കേട്ടോ. വിൽ ബി ഈക്വൽ ടു എന്താ വരുന്നത്? 1 6 2 7 3 9 and 4 8 ആണ് അതിലെ എലിമെൻറ്റുകൾ അല്ലേ? അതിന് ഡൊമെയിൻ അറിയാം, റേഞ്ച് അറിയാം, അതുപോലെ കോഡൊമെയിനൊക്കെ നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സിന് 1 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് 6 എന്ന് പറയാൻ പറ്റും. എന്താണ്? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ എഫ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഈസ് 6. അല്ലെങ്കിൽ പറയാം ഈ 1 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ ഇമേജ് എന്താണെന്ന് പറയാം? 6 ആണെന്ന് പറയാം. വി ക്യാൻ സേ ദാറ്റ് 6 ഈസ് ദ ഇമേജ് ഓഫ് എഫ് വെൻ എക്സ് ഈക്വൽ ടു 1. ഈ ഒരു ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇമേജ് ആയിട്ട് എഴുതുക. എത്ര? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 6 എന്ന് എഴുതും അല്ലേ? എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 7. എഫ് ഓഫ് 3 9 ആണ്. എഫ് ഓഫ് 4 എന്ന് പറയുന്നത് എത്രയാണ്? 8. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ ഇമേജ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഈസ് 6 എന്ന് പറയാൻ പറ്റും. എക്സ് വൈ എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാം. ഫംഗ്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും ഓർഡേർഡ് പേഴ്സ് എഴുതുമ്പോൾ എക്സ് വൈ എന്നോ അല്ലെങ്കിൽ എ ബി എന്നോ പറയാൻ പറ്റും അല്ലേ? അപ്പോൾ എക്സ് വൈ എന്നുള്ള രൂപത്തിൽ പറയുകയാണെങ്കിൽ എക്സ് 1 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ ഇമേജ് എന്താണ്? 6 ആണ്. എക്സ് 2 ആകുമ്പോൾ ഇമേജ് 7 ആണ്. 3 ആകുമ്പോൾ 9, 4 ആകുമ്പോൾ 8 എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ 6 എന്ന് പറയുന്നത് 6, 7, 9, 8 എന്നൊക്കെ പറയുന്ന ഇമേജസ് ആണ് അല്ലേ? ഓരോ എലിമെൻറ്റിൻ്റെ ഇമേജസ് ആണ്. ഇപ്പോൾ 1ൻ്റെ ഇമേജ് ആണ് 6, 2ൻ്റെത് 7, 3ൻ്റെത് 9, 4ൻ്റെ ഇമേജ് 8 എന്ന് പറയും. അതുപോലെ തിരിച്ചു പറയുകയാണെങ്കിൽ 1നെ എന്തെന്നാ വിളിക്കുക? 1 ഈസ് ദ പ്രീ ഇമേജ്. എങ്ങനെ പറയാം? 1നെ 1 ഈസ് ദ പ്രീ ഇമേജ് ഓഫ് 6 അണ്ടർ എഫ് എന്ന് പറയാം. 1 ഈസ് ദ പ്രീ ഇമേജ് ഓഫ് 6 അണ്ടർ എഫ് എന്ന് പറയാം. അതുപോലെ 7 ഈസ് ദ പ്രീ ഇമേജ് ഓഫ് വാട്ട്? 2 അണ്ടർ എഫ് എന്ന് പറയാം. 9 ഈസ് ദ പ്രീ ഇമേജ് ഓഫ് 3 അണ്ടർ എഫ്. അങ്ങനെ പറയാൻ പറ്റും അല്ലേ? അപ്പോൾ പ്രീ ഇമേജും ഇമേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതിൽ. ഒന്ന് പ്രീ ഇമേജ് എന്ന് പറയുന്ന കാര്യം, രണ്ടാമത്തത് ഇമേജ്. അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഫംഗ്ഷൻസിലേക്ക് ഏതിലേക്കാണ് ആരോസ് പോകുന്നത് അതാണ് ഇമേജ്, അല്ലെങ്കിൽ ഓർഡേർഡ് പേഴ്സിലെ സെക്കൻഡ് എലിമെൻ്റ് ആണ് ആ ഇമേജ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ബി ആണെന്ന് വിചാരിച്ചോളൂ. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ബി ആണെങ്കിൽ ബീനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമേജ് ഓഫ് എഫ് അറ്റ് എ എന്ന് പറയും അല്ലേ? എ എന്ന് പറയുന്നതിൻ്റെ ഇമേജ് ആയിട്ടാണ് ബീനെ പറയുക. അപ്പോൾ ആൻഡ് എ ഈസ് കോൾഡ്, എയിന് എന്താ വിളിക്കുക? ഈസ് ദ പ്രീ ഇമേജ് ഓഫ് ബി എന്നും പറയാം. അത്രയേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. ഇമേജും പ്രീ ഇമേജും. അപ്പോൾ ഇമേജ് എവിടെയാണ് ഉണ്ടാവുക? ഇമേജ് എന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ എങ്കിൽ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ പ്രീ ഇമേജ് എവിടെയാണ് ഉണ്ടാവുക? എയുടെ സബ്സെറ്റ് ആയിരിക്കും ഉണ്ടാവുക പ്രീ ഇമേജ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ റിലേഷൻസും എന്തല്ല ഫങ്ഷൻസ് അല്ല, ബട്ട് എല്ലാ ഫങ്ഷൻസും എന്താണ്? റിലേഷൻസ് ആണ്. എന്താണ് പറയുന്നത്? ഓൾ റിലേഷൻസ് ആർ ഓൾവേസ് നോട്ട് ഫങ്ഷൻസ്, ബട്ട് ഓൾ ഫങ്ഷൻസ് ആർ ഓൾവേസ് റിലേഷൻസ്.
അതെല്ലാം കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് റിലേഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നോക്കാം. എങ്ങനെയാണ് തന്ന റിലേഷൻസ് ഫംഗ്ഷൻ ആണോ നോക്കുന്നത്? ഇപ്പോൾ റിലേഷൻസ് എന്തൊക്കെ രീതിയിൽ തരും? ഒന്നെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ തരും, അല്ലെങ്കിൽ റോസ്റ്റർ രീതിയിൽ തരും, അല്ലെങ്കിൽ വേറെ നമ്മളുടെ ആരോ ഡയഗ്രം ആയിട്ടൊക്കെ തരും. അപ്പോൾ നമ്മൾ ആരോ ഡയഗ്രത്തിലും റോസ്റ്ററിലൊക്കെ നോക്കുമ്പോൾ വേഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? എന്നാൽ സെറ്റ് ബിൽഡർ ഫോമിലൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണത് ആ റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ അല്ലേ? നമുക്കൊരു ചോദ്യം നോക്കാം. ലെറ്റ് n be the set of natural numbers and the relation R is defined on n such that R equal to set ordered pair xy such that y equal to 2x, xy belongs to n. What is the domain, codomain and range of R? Is this relation a function? എന്നാണ് ചോദ്യം. ഈ ചോദ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുകൂടി പറയാം. n be the set of natural numbers. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ആൻഡ് ദ റിലേഷൻ R is defined on n എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറയുന്നതാണ് റിലേഷൻ്റെ പേര്. ഡിഫൈൻഡ് ഓൺ n എന്നാണ്. ഓൺ n എന്ന് പറയുന്ന സമയത്ത് എന്നിൽ നിന്ന് എന്നിലേക്ക് എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്? n നിന്ന് എന്നിലേക്കുള്ള എന്താണ് റിലേഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലായി. ആൻഡ് ദ റിലേഷൻ ഈസ് ഓൾസോ ഗിവൺ. എക്സ് വൈ എന്നുള്ള രൂപത്തിലാണ് ഓർഡേഡ് പെയർ ഉണ്ടാവുക. അതിൽ y ഈക്വൽ ടു 2x ആണ്. y കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? y എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലിമെൻ്റ് ആണ്. സെക്കൻഡ് എലിമെൻറ്റ് കിട്ടണമെങ്കിൽ, അതായത് ഇമേജ് കിട്ടണമെങ്കിൽ ആദ്യത്തെ എലിമെൻ്റ് എന്താണോ അതിൻ്റെ ഡബിൾ എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? എക്സ് വൈ ബിലോങ്സ് ടു n. ഇവിടെ ഒരു കാര്യം നമുക്ക് ആദ്യം എന്താണ് n എന്ന് മനസ്സിലാവണം അല്ലേ? n എന്താണ്? n ഈസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. 1 2 3 4 നാച്ചുറൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണ്, ഇൻഫിനിറ്റ് ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാനേ പറ്റുള്ളൂ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ. നമുക്കിതിനെ ആരോ ഡയഗ്രത്തിൽ നിന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കാം അല്ലേ? നമുക്കിവിടെ വരുന്നത് n നിന്ന് n-ലേക്കാണ്. ശരിയല്ലേ? ഇവിടെ n ആണ്, ഇപ്പുറത്തും n ആണ്. 1 2 3 4 5 6 അങ്ങനെ എക്സെട്രാ ഇഷ്ടംപോലെ എലിമെൻറ്റ്സ് ഉണ്ടാവും. ഇവിടെയും 1 2 3 4 5 6 7 8 9 10 അങ്ങനെ പറയുന്ന ധാരാളം എലിമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ n-ലേക്കാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏത് എലിമെൻ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇരട്ടിയാവണം അതിൻ്റെ ഇമേജ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 1 എടുത്തു വിചാരിച്ചുള്ളൂ. 1 എടുത്താൽ അതിനെ ഇതിൻ്റെ ഇമേജ് കിട്ടേണ്ടത് എന്താണ്? 1 × 2 ചെയ്താൽ ഇമേജ് കിട്ടണം. 2 എടുത്താൽ 2 × 2 ചെയ്താലാണ് ഇതിൻ്റെ ഇമേജ് ഉണ്ടാവുക. 2 × 2 ആണ്, 4 ആണ് ഇമേജ്. 3 ആണെങ്കിൽ 6 ആയിരിക്കും അല്ലേ? 4 ആണെങ്കിൽ 8 ആണ്, 5 ആണെങ്കിൽ 10 എന്ന് പറയുന്ന രീതിയിലാണല്ലോ ഇമേജസ് വരിക. എന്ന് പറയുമ്പോൾ അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുന്ന സമയത്ത് ആര് നമുക്ക് വേണമെങ്കിൽ 1 2 അല്ലേ? ഇങ്ങനെയല്ലേ? y ഈക്വൽ 2x എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇവിടെ എടുക്കുന്നത് ഡബിൾ ആവണം ഇവിടെ. അതുപോലെ 2 4 3 6 4 8 എക്സെട്രാ എന്നായിരിക്കും ഉണ്ടാവുക. ശരിയല്ല? അതിൻ്റെ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? 1 2 2 4 അങ്ങനെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഡബിൾ ആണ്. ഇവിടെ എടുക്കുന്ന എലിമെൻറ്റുകൾക്ക് പ്രത്യേകത ഉണ്ട്. ഇവിടെ എടുക്കുന്ന എലിമെൻറ്റുകൾ ഏതൊക്കെയാണ്? 1 2 3 അങ്ങനത്തെ എലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എല്ലാ എലിമെൻറ്റ്സ് എടുക്കാൻ പാടില്ല. അത് എലിമെൻറ്റ് എവിടെയുള്ളത്? നാച്ചുറൽ നമ്പറിനാണ്. കിട്ടുന്നത് നാച്ചുറൽ നമ്പർ ആവണം. ഈ നാച്ചുറൽ നമ്പർ നോക്കുമ്പോൾ 1 to ഇൻഫിനിറ്റ് ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന നമ്പർ ഇവിടെ കൊടുക്കുന്ന നമ്പർ എന്ത് തന്നെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ ഈ റിലേഷൻ്റെ ഡൊമെയിൻ എന്നാ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസാണ് അല്ലേ? ഡൊമെയിൻ. അപ്പോൾ എന്താ ഡൊമെയിൻ വരിക? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും അതിൻ്റെ ഡബിളും എന്ത് തന്നെയാണ്? നാച്ചുറൽ നമ്പർ തന്നെയാണ്. കിട്ടുന്നത് നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു നാച്ചുറൽ നമ്പറും ഇല്ല. അപ്പോൾ ഡൊമെയിൻ നമ്മൾ എന്താ എഴുതുക? ആ നാച്ചുറൽ നമ്പർ തന്നെയാണ് എഴുതുക. n തന്നെ എഴുതുക. നമുക്ക് ഇത് എല്ലാ വിലകളും കൊടുത്തുകൂടെ? എന്നിലുള്ള ഏത് വാല്യൂ നമുക്കിവിടെ പുട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അതിനനുസരിച്ച് ഇമേജ് അപ്പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടൂലേ? എന്തായിരിക്കും? അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ഇമേജ് ആകും. അപ്പോൾ റേഞ്ച് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റേഞ്ച് നമുക്ക് കിട്ടുന്നത് 2 4 6 8 എക്സെട്രാ എന്ന് പറയുന്ന നമ്പേഴ്സാണ്. ഈ 2 4 6 8 എന്ന് പറയുന്ന നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ല, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ? അപ്പോൾ റേഞ്ച് എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, ഇരട്ട സംഖ്യയാണ് അല്ലേ? ഇരട്ട എണ്ണൽ സംഖ്യകളാണ് റേഞ്ച് കിട്ടുക. അതുപോലെ വേറൊരു കാര്യമുണ്ടല്ലോ, കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് ബിയിലേക്കാണെങ്കിൽ ബീനെ വിളിക്കുന്ന പേരാണ് കോഡൊമെയിൻ. അപ്പോൾ എന്നിന് എന്നിലേക്കാണെങ്കിൽ കോഡൊമെയിൻ എന്ത് തന്നെയാണ്? n ആണ്. അപ്പോൾ 3 കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഡൊമെയിൻ കിട്ടി, റേഞ്ച് കിട്ടി, അതുപോലെ കോഡൊമെയിൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നു, ഈ റിലേഷൻ ഫംഗ്ഷനാണോ നോക്കണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, എയിലുള്ള മുഴുവൻ എലിമെൻറ്റ്സിന് ഇമേജ് ഉണ്ടാവുമോ? ഇവിടെ എടുക്കുന്ന ഏത് എലിമെൻ്റ് എടുത്താലും, ഇവിടെ കാക്കത്തുള്ളായിരം എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് എടുത്തു, അതിന് ഇമേജ് അപ്പുറത്ത് ഉണ്ടാവും അല്ലേ? ഡബിൾ ഓഫ് ദാറ്റ് കാക്കത്തുള്ളായിരം എന്ന് പറയാം അല്ലേ? അങ്ങനെ ഏത് എലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജ് അപ്പുറത്ത് വരും അല്ലേ? 200 എടുത്താൽ 200ന് ഇമേജ് 400 വരും അല്ലേ? അതിൻ്റെ ഈവൻ മൾട്ടിപ്പിൾ വരും അല്ലേ? ഏതാണോ നമ്പർ എടുക്കുന്നത്, നമുക്ക് കഴിയാവുന്ന ഏത് നമ്പർ എടുത്താലും അതിൻ്റെ ഡബിൾ അപ്പുറത്ത് കാണാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ റിലേഷൻ എന്താവുന്നു? ഫംഗ്ഷനാണ്. ദ റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ ബിക്കോസ് എവരി എലിമെൻറ്റ് ഇൻ n ഹാസ് an image in the set n also അല്ലേ?
അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ എടുക്കുന്ന നമ്മൾ ഫസ്റ്റ് എലിമെൻറ്റുകൾക്കൊക്കെ തന്നെ ഇവിടെ രണ്ടാമത്തെ ഇതിൽ സെറ്റിൽ എലിമെൻറ്റുകൾ ഉണ്ടായത് ഏത് എലിമെൻ്റ് എടുത്താലും ആ ഫംഗ്ഷനിൽ എന്നിലുള്ള ഏത് എലിമെൻറ്റ് ഏതൊരു നാച്ചുറൽ നമ്പറിനും എന്ത് കിട്ടുന്നു, നമുക്കൊരു ഇമേജ് കിട്ടുന്നു എന്ന കാര്യമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആവാനുള്ള കാര്യം എന്താണ്, നമ്മളെടുക്കുന്ന ഏത് നാച്ചുറൽ നമ്പറിനും അതിൻ്റെ ഈവൻ നാച്ചുറൽ നമ്പർ ഇമേജ് ആയിട്ട് നമുക്ക് ലഭിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ തന്ന റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ. നമുക്ക് ബോർഡിൽ കുറച്ച് റിലേഷൻസ് തന്നിട്ടുണ്ട്. 2 റോസ്റ്റർ ഫോമും അതുപോലെ തന്നെ സെറ്റ് ബിൽഡർ ഫോമും ആരോ ഡയഗ്രത്തിലുള്ള റിലേഷൻസാണ് തന്നിട്ടുള്ളത്. ഈ റിലേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റിലേഷൻ നോക്കിക്കോളൂ. ഫസ്റ്റ് റിലേഷനിലെ ഫംഗ്ഷൻ ആണോ നോക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എലിമെൻറ്റ് മാത്രം നോക്കിയാൽ മതി. ഏതൊക്കെയാണ്, 5, 2, 4, 5. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് എലിമെൻറ്റ്സ് മാത്രം നോക്കുക. അപ്പോൾ അതിൽ 5 റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ, 5 2 പ്രാവശ്യം വരുന്നില്ലേ. അപ്പോൾ 5 എന്ന് പറയുന്ന എലിമെൻറ്റിന് 2 ഇമേജസ് ഉള്ളതായി കാണാം. അത് പറ്റില്ലല്ലോ അല്ലേ. ആ റിലേഷൻ എന്തല്ല, ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ആണ് അല്ലേ. എന്തുകൊണ്ടാണ്, ദ എലിമെൻറ്റ് 5 ഹാസ് 2 ഇമേജസ് ഓർ മോർ ദാൻ 1 ഇമേജ്. അപ്പോൾ നോട്ട് എ ഫംഗ്ഷൻ എന്ന് എഴുതും. അതെന്തല്ല, ഫംഗ്ഷൻ അല്ല എന്ന് എഴുതും. നോട്ട് എ ഫംഗ്ഷൻ ആണ് അതിൻ്റെ ആൻസർ. ഇപ്പോൾ നോക്കൂ, രണ്ടാമത്തെ റിലേഷൻ നോക്കിക്കോളൂ. 1, 2, 3, 4 എന്ന് പറയുന്ന ഇതാണ് അതിലുള്ള ഫസ്റ്റ് എലിമെൻറ്റ്സ്. ഈ ഫസ്റ്റ് എലിമെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അതുപോലെ അതിനൊക്കെ ഇമേജസ് വരുന്നുണ്ട്. 1, 1 എന്ന് പറയുന്ന ഇമേജാണ് എല്ലായിടത്തും ഒരേ ഇമേജാണ് വരുന്നത്. 1ലേക്കാണ് വരുന്ന ഇമേജ് വരുന്നത്. ഇത് ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ എലിമെൻറ്റ്സും എന്തെന്ന് റിപ്പീറ്റ് ചെയ്യാതെ ഒരു പ്രാവശ്യം ഇമേജസ് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു അല്ലേ. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ, ഫംഗ്ഷനാണ്. ഇപ്പോൾ തേർഡ് റിലേഷൻ നോക്കിക്കോളൂ. R = സെറ്റ് xy സച്ച് ദാറ്റ് y = x², xy belongs to n. അപ്പോൾ കൊടുക്കേണ്ടത് എന്താണ്, നാച്ചുറൽ നമ്പറാണ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ്, 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസാണ് കൊടുക്കുന്നത്. കിട്ടുന്നത് എന്താണ്, കിട്ടുന്ന വിലകൾ നമുക്കറിയാം. ഇപ്പോൾ നമുക്കൊരു എലിമെൻ്റ് എടുത്തെന്ന് വിചാരിച്ചുള്ളൂ. R3യിലുള്ള 1 എന്ന് പറയുന്ന എലിമെൻ്റ് എടുത്ത് അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 1, 1 അല്ലേ. 2 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറാണ് കാണേണ്ടത്, 2, 4. 3 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ 9 അല്ലേ. 4 ആണെങ്കിൽ 16 എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ അനന്തമായിട്ട് പോകും, ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പം നമുക്ക് കൊടുക്കുന്ന വാല്യൂസിന് ഡൊമെയിൻ എന്നാണ് പറയുക. ഡൊമെയിൻ എന്താണ്, നാച്ചുറൽ നമ്പറാണ്. റേഞ്ച് എന്താണ്, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ആണോന്നേ ചോദിച്ചിട്ടുള്ളൂ. ഫംഗ്ഷൻ ആണ്. എന്താ കാര്യം, ഇവിടെ കൊടുക്കുന്ന എല്ലാ എലിമെൻറ്റുകളും ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും നമുക്ക് അതിൻ്റെ സ്ക്വയർ കണ്ടാലും നാച്ചുറൽ നമ്പർ അല്ലേ. എന്നിലേക്കുള്ള റിലേഷനാണത് അല്ലേ. xy belongs to n എന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ n എന്ന് പറയുന്ന ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അതിനപ്പുറത്ത് കാണുന്ന ഇമേജ് അതിൻ്റെ സ്ക്വയർ ആയിട്ടുള്ളതാവും. അതും ആ സെറ്റിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ശരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. റേഞ്ച് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. എന്ത് നാച്ചുറൽ നമ്പറാണ്, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പറാണ്. അതുപോലെ തന്നെ ഇതൊരു റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ എലിമെൻറ്റുകൾക്കും സ്ക്വയർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, ലോജിക്ക് യൂസ് ചെയ്യാം. n എന്താണെന്നൊക്കെ പഠിക്കണം. അതിലെ സെറ്റുകളെ കുറച്ച് നൊട്ടേഷൻസ് മുമ്പേ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ W എന്താണ്, സെറ്റ് എന്താണ്, n എന്താണ്, R എന്താണെന്നൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലോർത്ത് വെക്കണം കേട്ടോ. നമുക്ക് പറയാനുള്ള ഫംഗ്ഷനെ പറ്റിയാണ്. അതുതന്നെ ഫംഗ്ഷനിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും അതുപോലെ തന്നെ റിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് കേട്ടോ. റിയൽ വാല്യൂഡ് ആൻഡ് റിയൽ ഫംഗ്ഷൻ. അതിന് മുമ്പേ നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകളെ പറ്റി ഒന്ന് പറയാം. മുമ്പേ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. റിയൽ നമ്പേഴ്സാണ് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ നമ്പേഴ്സിൻ്റെയും മുകളിലായിട്ട് നിൽക്കുന്ന നമ്പേഴ്സ്. 10th വരെ പഠിച്ച എല്ലാ നമ്പേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ എല്ലാം ആരുടെ അണ്ടറിലാണ് വരുന്നത്, റിയൽ നമ്പേഴ്സിൻ്റെ അണ്ടറിലല്ലേ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം അണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സെറ്റിൻ്റെ റിലേഷനിൽ പറയുന്ന സമയത്ത് സബ്സെറ്റുകളാണ്. ആരുടെ സബ്സെറ്റാണ്, R എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ് നമ്മളുടെ സെറ്റായിട്ടുള്ള സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, പൂർണ്ണസംഖ്യകൾ. അതുപോലെ ആറിൻ്റെ സബ്സെറ്റാണ് n, നാച്ചുറൽ നമ്പേഴ്സ്. ആറിൻ്റെ സബ്സെറ്റാണ് Q, റാഷണൽ നമ്പേഴ്സ്, P/Q രൂപത്തിലുള്ള. ആറിൻ്റെ സബ്സെറ്റാണ് W, ഹോൾ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ. ഇതൊക്കെ സബ്സെറ്റുകളാണ് ആരുടെ, ആറിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷന് വാല്യൂസ് പുട്ട് ചെയ്യുന്നതനുസരിച്ച്, അതായത് ഫസ്റ്റ് എലിമെൻറ്റുകൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് കിട്ടുന്ന ഇമേജുകളെല്ലാം തന്നെ, അതായത് കിട്ടുന്ന എല്ലാ എലിമെൻറ്റുകളും അല്ലെങ്കിൽ ഇമേജസും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എന്താണ്, ഫംഗ്ഷന് കൊടുക്കുമ്പോൾ കിട്ടുന്ന വിലകളൊക്കെ റിയൽ നമ്പേഴ്സ്, വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്നാ പറയുക അല്ലേ. നമ്മളിവിടെ പറയുക f(1) = 3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് x = 1. അപ്പോൾ 3 ഈസ് ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ x = 1 എന്നാണ് പറയുക. f(3) = 5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 5 ഈസ് ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് x = 3 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷന് കൊടുക്കുന്ന, അതായത് എക്സിന് കൊടുക്കുന്ന വിലകൾക്കനുസരിച്ച് കിട്ടുന്ന വാല്യൂസ്, കിട്ടുന്നത് വാല്യൂസാണ്. ഈ വാല്യൂസൊക്കെ തന്നെ എന്താവുക, റിയൽ നമ്പേഴ്സോ അതിൻ്റെ സബ്സെറ്റുകളാവുകയാണെങ്കിൽ എന്താണ്,
ഒരു ഫംഗ്ഷൻ്റെ വാല്യൂസ് എല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് എല്ലാം തന്നെ റിയൽ നമ്പേഴ്സോ അതിൻ്റെ സബ്സെറ്റുകളോ ആവുകയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. എന്താ പറയുക? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് നോട്ട് ജനറലി എ ഫംഗ്ഷൻ ഹൂസ് ഇമേജസ് ഓർ വാല്യൂസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻസ് ആർ ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് നമ്പേഴ്സിനെ പറ്റിയിട്ട്. തൽക്കാലം ഒരു ഫംഗ്ഷൻ്റെ വിലകളെല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, രേഖീയ സംഖ്യകളാണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. If the range of a function is either R or subset of R, then we say that the function is real valued function. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ത് വിളിക്കാം? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇനി അതേസമയം ഡൊമൈനും കൂടി ആറോ ആറിൻ്റെ സബ്സെറ്റോ ആവുകയാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന വാല്യൂസും കൂടി എന്താവുക? ആറോ ആറിൻ്റെ സബ്സെറ്റോ ആവുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? റിയൽ ഫംഗ്ഷൻസ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുന്നത്? റിയൽ ഫംഗ്ഷൻസ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. റിയൽ ഫംഗ്ഷനും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ റിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സും അതിൻ്റെ സബ്സെറ്റുകളാവുക. അതായത് കൊടുക്കുന്നതും കിട്ടുന്നതും എന്താവുക? റിയൽ നമ്പേഴ്സും അതിൻ്റെ സബ്സെറ്റുകളാവുകയാണെങ്കിൽ നമുക്കതിനെ വിളിക്കാം എന്ത്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അല്ലേ? കിട്ടുന്ന വാല്യൂ മാത്രം റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് റേഞ്ച് റിയൽ നമ്പേഴ്സും അതിൻ്റെ സബ്സെറ്റോ ആവുകയാണെങ്കിൽ നമുക്കതിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റിയൽ ഫംഗ്ഷനെ പറ്റിയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസ് എന്താണ്? റിയൽ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ വെറുതെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? റിയൽ ഫംഗ്ഷൻസ് എന്നുള്ള കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടുന്ന വിലകളും കൊടുക്കുന്ന വാല്യൂസും ഒക്കെ എന്താവുക? റിയൽ നമ്പേഴ്സും അതിൻ്റെ സബ്സെറ്റ് ആവുക. ഓക്കെ അല്ലേ? സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഫംഗ്ഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? റിലേഷൻ ഫംഗ്ഷൻ ആവുന്നത് എപ്പോഴാണ്? എന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആണെങ്കിൽ എയിലുള്ള എല്ലാ എലിമെൻറ്റുകൾക്കും ഒരേ ഒരു ഇമേജ് അല്ലേ ബിയിലുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? എന്ന് ബിയിലേക്കുള്ള റിലേഷൻ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തിരിച്ച് ബിന്ന് എയിലേക്കാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ബിന്ന് എയിലേക്കുള്ള റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ ബിയിലുള്ള എല്ലാ എലിമെൻറ്റുകൾക്കും ഒരേ ഒരു ഇമേജ് എയിലുണ്ടാവാൻ പാടുള്ളൂ. അല്ലേ? നമ്മൾ എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷനെ നമ്മൾ എഫ് ഫ്രം എ ടു ബി എന്ന് സൂചിപ്പിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഒരു ഫംഗ്ഷന് നമ്മൾ വാല്യൂസിനനുസരിച്ചിട്ട്, അതായത് നമ്മൾക്ക് എടുക്കുന്ന ഫസ്റ്റ് എലിമെൻറ്റിനനുസരിച്ച് കിട്ടുന്ന എലിമെൻറ്റിനെ അതിൻ്റെ ഇമേജ് എന്നാണ് പറയുന്നത്. അല്ലേ? ഇമേജ്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ ആണെങ്കിൽ എക്സിൻ്റെ ഇമേജാണ് വൈ എന്ന് പറയുന്നത്. വൈൻ്റെ പ്രീ ഇമേജാണ് എക്സ് എന്നും പറയാം. അല്ലേ? അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ എടുത്താൽ എയുടെ ഇമേജാണ് ബി, ബിയുടെ പ്രീ ഇമേജ് ആണ് എന്ത്? എ എന്നും പറയാൻ പറ്റും. അല്ലേ? അപ്പോൾ അതാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് രണ്ട് എക്സാമ്പിൾസൊക്കെ നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് റിയൽ ഫംഗ്ഷൻസ് ആണ്. ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് റിയൽ നമ്പേഴ്സോ അതിൻ്റെ സബ്സെറ്റോ ആവുകയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ എന്ത് വിളിക്കാം? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കാം. അതേസമയം ഡൊമൈനും റേഞ്ചും എന്താവുക? റിയൽ നമ്പേഴ്സോ അതിൻ്റെ സബ്സെറ്റുകളാവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണിത് റിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഡിസ്കസ് ചെയ്യുന്നത് റിയൽ ഫംഗ്ഷനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡൊമൈനും കൊടുക്കുന്ന വിലകളും കിട്ടുന്ന വാല്യൂസൊക്കെ എന്തായിരിക്കും? റിയൽ നമ്പേഴ്സോ അതിൻ്റെ സബ്സെറ്റുകളായിരിക്കും. നമുക്ക് ഈ പഠിക്കാനുള്ളത് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ്, അതുപോലെ അതിൻ്റെ വെച്ചിട്ടുള്ള ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ആണ് ഫംഗ്ഷൻസ് വെച്ചിട്ടുള്ളതൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് എന്താണ് ഫംഗ്ഷൻസ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പ്രത്യേകം, എല്ലാ റിലേഷൻസും ഫംഗ്ഷൻസ് ആവുന്നില്ല, എല്ലാ ഫംഗ്ഷൻസും പക്ഷേ റിലേഷൻസ് ആയിരിക്കും. അപ്പോൾ റിലേഷൻ ആയ ശേഷമാണ് എന്താവുന്നത്? ഫംഗ്ഷൻ ആവുന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? നന്നായിട്ട് വർക്ക് ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.